പകുതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. 34 കേസുകൾ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ സംസ്ഥാനം ഒട്ടാകെ പടർന്നു പന്തലിച്ച വലിയൊരു തട്ടിപ്പ് ശൃംഖലയുടെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നത്. നിലവിൽ 34 കേസുകൾ കൈമാറിക്കഴിഞ്ഞു. വലിയൊരു ടാസ്ക്കാണ് ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നിൽക്കുന്നത്, അല്ലേ? ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകളുണ്ട്. ഏകദേശം 1000-ലധികം പരാതികളുണ്ട്. ആദ്യഘട്ടത്തിൽ 34 പരാതികൾ ആണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ വരിക. എന്തായിരുന്നാലും CSR ഫണ്ട് ഉപയോഗിച്ച് ഉള്ള ഒരു വലിയ തട്ടിപ്പായിരുന്നു, CSR ഫണ്ടിന്റെ പേരിലുള്ള ഒരു വലിയ തട്ടിപ്പായിരുന്നു സംസ്ഥാനത്തെ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് എത്തുന്നു. ക്രൈംബ്രാഞ്ച് കേസുകൾ അന്വേഷിക്കും. നിലവിൽ ലോക്കൽ പോലീസിന്റെ കൈകളിലാണ് ഇപ്പോൾ കേസുകൾ ഉള്ളത്. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ പറ്റിക്കപ്പെട്ടത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിരവധി കേസുകളുണ്ട്. കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിൽ അങ്ങനെ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിലും വിവിധ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് കടക്കാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ 34 കേസുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു തട്ടിപ്പ് എന്താണ്, എങ്ങനെയായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. ഈ പണം വലിയ രീതിയിൽ വിശ്വസ്തത നേടാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം പണം കൈപ്പറ്റിയിട്ട് ആദ്യം വാഹനങ്ങൾ ചെറിയ തോതിൽ നൽകി, സമാനമായ രീതിയിൽ വീട്ടു ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ ഇതൊക്കെ നൽകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത പിടിച്ചു പറ്റിയതിനു ശേഷം പണം സ്വരൂപിച്ച് ഇയാൾ വലിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് കാര്യങ്ങൾ ഈ ഒരു പണം ഉപയോഗിച്ചു. ഇടുക്കിയിലടക്കം ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങിക്കൂട്ടി എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പോലീസിന്റെ പക്കലുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഇതിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ആരാണ് ഉണ്ടാക്കിയത്, ഈ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനായി മുൻനിരയിൽ നിന്നത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കും ക്രൈംബ്രാഞ്ച് കടക്കും. മറ്റാർക്കെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കോ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ഈ പണം ഉപയോഗിച്ച് ഈ പ്രധാന പ്രതി പിടിയിലായ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി നിലവിൽ നൽകിയിട്ടുണ്ടോ, അനന്തകൃഷ്ണൻ നൽകിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഇടുക്കിയിലും ഒക്കെ തന്നെ നിലവിൽ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കാനും തെളിവെടുക്കാനൊക്കെ പോലീസ് കൊണ്ടുപോകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണം നടത്തിയത് ഇത്തരത്തിലായിരുന്നു. താൻ ആർക്കും പണം നൽകിയിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാടായിരുന്നു അനന്തകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതൊന്നും ക്രൈംബ്രാഞ്ചോ പോലീസോ വിശ്വാസത്തിലെടുക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശയത്തിന്റെ ഉറവിടം എങ്ങനെയായിരുന്നു, ഈ തട്ടിപ്പിന് മറ്റാരെങ്കിലും അനന്തകൃഷ്ണനെ സഹായിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് സമഗ്ര അന്വേഷണത്തിനാണ് മുതിരുന്നത്. ഇക്കാര്യത്തിൽ വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.